നമസ്കാരം. എൻ്റെ വീഡിയോയുടെ താഴെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് എഴുതുന്ന, പ്രത്യേകിച്ച് എന്നെ തെരുവിളിച്ചുകൊണ്ട് കമൻ്റ് എഴുതുന്ന, എന്നെ വിമർശിച്ച് കമൻ്റ് എഴുതുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന് ഓരോ കമൻറ്റിനും മറുപടി പറയുമ്പോൾ ഒരുപാട് സമയം പോകുന്നുണ്ട്, മാത്രമല്ല കഴിയുന്നില്ല, അതിനു വേണ്ടി ഉണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ ആയി ചെയ്യാമെന്ന് കരുതുകയാണ്. ഞാൻ ഓരോന്നായി ഒന്ന് പറയാം. ആദ്യം ഞാൻ BJP സംഘപരിവാർ RSS വിഭാഗങ്ങളോട് തന്നെ ആദ്യം പറയാം. എല്ലാവരും വരാനുണ്ട് കേട്ടോ. പിണറായി വിജയൻ CPM-ലും അതുപോലെ BD സതീശനിലും ഒക്കെ വരാനുണ്ട്. നമുക്ക് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണല്ലോ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കുന്നത് ആദ്യമായിട്ടല്ല, ആ സർക്കാരിനെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും ആദ്യമായിട്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട സംഘിക്കുട്ടന്മാരെ, കമൻ്റ് എഴുതുന്ന സംഘിക്കുട്ടന്മാരെ, നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണമെന്ന് പറയരുത്. കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ തോന്നിയാസം എഴുതുന്നത് കൊണ്ടാണ്. നമ്മുടെ സർക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരാണ് എന്ന് കരുതി അവരെന്ത് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാലും അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊണ്ടുപോയി നമ്മുടെ രാജ്യം നശിച്ചു പോകും. നമ്മുടെ രാജ്യം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇനി ഒന്നുകൂടെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന BJP-യുടെ സമുന്നതനായ നേതാവ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ദില്ലിയിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇതുവരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള സർക്കാരുകളിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സർക്കാരാണ് എന്ന് 1-2 വീഡിയോ അല്ല ഞാനത് ചെയ്തേക്കുന്നത്. ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. റോഡുകളായാലും പാലങ്ങളായാലും എന്ന് പറഞ്ഞാൽ മറ്റ് ലോകരാജ്യങ്ങളോട് കിട പിടിക്കത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇല്ല എന്നാരാ പറഞ്ഞ്? അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഈ സർക്കാർ കാണിക്കുന്ന ചീപ്പ് തറവേലകളും ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? തെറ്റെന്ന് പറയണ്ടേ? ഒരു ശരിയെന്ന് പറയുമ്പോൾ ആ ശരിയെ പറയുന്നതോടൊപ്പം തന്നെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഒരു കമ്മി അടിമ അല്ലെങ്കിൽ സംഘി അടിമ കൊങ്ങി അടിമയാകാൻ എന്നെ കിട്ടില്ല, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ കിട്ടില്ല. അതുകൊണ്ടത് പറയുന്നേ. അതിനർത്ഥം നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നു എന്നാണ്? അല്ല. വിമർശിക്കേണ്ടതിന് വിമർശിക്കണം. ഇനി ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെയുള്ള ചില കാര്യങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ഒന്നിപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് പറയാം. ഈ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള ജന്തർ മന്ദർ വിഷയം, അവിടെ ചെറുപ്പക്കാരാണ് സമരം നടത്തിയത്. അവരുടെ പ്രതിഷേധം സത്യത്തിൽ നടത്താൻ പാടില്ലായിരുന്നു. കാരണം ഈ യുവാക്കളാണ് നാളത്തെ ഒരു ജനത എന്ന് പറയുന്നത്. ആ ജനതയെ വടിയെടുത്ത് തല്ലി ഒതുക്കിയത് ഏറ്റവും വലിയ വിവരക്കേടാണ്. അതായത് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള, ഈ സമീപകാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വിവരം കെട്ട പ്രവൃത്തിയാണത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിലെ പ്രതിനിധികൾ ആരായാലും അവരെ വിളിച്ചു വരുത്തി 2 ചായയൊക്കെ മുന്നിൽ വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ആ പ്രശ്നം നമ്മുടെ രാജ്യത്തിന് ഉപകാരമാണ് എന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതാണെങ്കിൽ അത് പരിഗണിച്ച് ആ ചെറുപ്പക്കാരെയും കൂടെ നിർത്തുകയല്ലേ വേണ്ടിയിരുന്നത്? ഇല്ലേ? ചെറുപ്പക്കാരില്ലെങ്കിൽ ഈ പാർട്ടി തീരുന്നില്ലേ? നിങ്ങളുടെ BJP RSS സംഘപരിവാറൊക്കെ തീർന്നു. ഈ നരേന്ദ്രമോദി, ഈ പറഞ്ഞ UP ആദിത്യനാഥൊക്കെ ഇവരെല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർന്നു ഈ പാർട്ടി. അവിടെ കൊണ്ട് തീരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല. എൻ്റെ ആഗ്രഹം അതല്ല. ഇവരൊക്കെ നേരത്തെ വേണം. കാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വിഭാഗമാണ്. ഈ യുവാക്കളുടെ കഴിവ് നമ്മൾ എടുക്കണം, അവരുടെ വിദ്യാഭ്യാസം നമ്മൾ എടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ യുവാക്കളെ കൂടെ നിർത്താനുള്ള ഒരു വലിയ അവസരം കിട്ടിയപ്പോൾ ആ അവസരത്തെ എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം അവരെ തല്ലി ഒതുക്കുന്നത് കണ്ടു. മനസ്സിലായില്ലേ? എന്നിട്ട് ഭാരത് മാതാ കീ ജയ് വിളിക്കുമ്പോൾ ആ ഭാരത് മാതായുടെ കുട്ടിയുണ്ടല്ലോ, പെൺകുട്ടികൾ, അവരുടെ ശരീര അവയവങ്ങൾ പ്രൊജക്റ്റ് ചെയ്യിക്കത്തക്ക വണ്ണം അവരെ പിടിച്ച് വലിച്ചു മുറുക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ പെങ്ങന്മാരാണെങ്കിൽ സഹിക്കുമോ? പോലീസുകാർ ചെയ്തതാണ്. ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയെടുത്തു? ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അവർ അലോ ചെയ്യൂല. കാരണം അത് ബ്ലർ ചെയ്ത് പോകുന്നത് കൊണ്ട് ഓക്കെ, അത് ആ കുട്ടികളെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. വല്ലാത്തൊരവസ്ഥയാണെന്നേ. കാരണം ആ കുട്ടികളെ തല്ലാനേ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ സമരം തന്നെ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഒരു മന്ത്രിക്ക് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് സമ്മതിക്കണം. ആ തെറ്റ് സമ്മതിച്ചിട്ട് തിരുത്തിയാൽ മതി. തെറ്റ് പറ്റാത്ത ആരാ ഉള്ളത്? അത് തിരുത്തിയിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജനപ്രതിനിധികൾ മാതൃകയാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്? എത്ര കോടിക്കണക്കിന് യുവാക്കളില്ലേ? ആ യുവാക്കളെ മുഴുവൻ ചേർത്ത് നിർത്തി, പാർട്ടിക്കൊപ്പം നിർത്തിയിട്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചേർത്ത് നിർത്തി കഴിഞ്ഞാലെങ്കിൽ കഥ മാറൂലേ? പക്ഷെ അത് ചെയ്യുന്നതിന് പകരം അവരെ താലങ്ങും ബലങ്ങും അടിച്ച് പലരുടെയും കണ്ണുപോയി കൈപോയി അടിച്ച് ഊറക്കിട്ട് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെമ്മാടിത്തരമാണ് അവർ ചെയ്തത്.
ചെറ്റത്തരമാണ് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സംവിധാനത്തെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിച്ചിട്ട് ആ ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ ഒപ്പം കൂടിയിരുന്നെങ്കിൽ കഥ മാറിയനെ. ആ കാണിച്ചത് മണ്ടത്തരമാണ് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ BJP വിരുദ്ധമാവുന്നത്? എങ്ങനെ സംഘപരിവാർ വിരുദ്ധമാവുന്നത്? ഓക്കെ, അത് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. ഇനി റോഡുണ്ടാക്കിയാൽ എതിർപ്പ്, പിന്നെ വേറെ എന്തെങ്കിലും എതിർപ്പ്, എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കണ്ടേ. ഇപ്പോൾ ടോളിൻ്റെ കാര്യം ഞാൻ എതിർക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്ഥിരം ഒന്ന് യാത്ര ചെയ്താൽ നിങ്ങൾ മനസ്സിലുണ്ട് പറയും. അല്ലാതെ ഈ കാവിക്കൊടി കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എതിർക്കാതെ ഒന്നും ഇരിക്കില്ല. 50 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ 140 രൂപ നിങ്ങൾ എണ്ണി കൊടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് റോഡ് കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അത് നിയമമല്ല. നമ്മുടെ ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കിയാണ് സർക്കാർ. അത് പറയണ്ടേ? അതായത് നിലവിൽ ഒരു റോഡ് ടോൾ കൊടുക്കാതെ റോഡ് സൗകര്യം വേണം. നമുക്ക് കുറച്ച് വൈകി പോട്ടെ, ആ രീതിയിലുള്ള സൗകര്യം വേണം. അല്ലാതെ ആ സൗകര്യം നിർത്തിയിട്ട് ടോൾ കൊടുത്തിട്ട് മാത്രം നീ പോയാൽ മതി, ഇല്ലെങ്കിൽ നീ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്. അത് രാജ്യവിരുദ്ധതാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതാണ്. എന്താ അത് പറയണ്ടേ? ഇപ്പം നിങ്ങൾ നോക്ക്, ഈ NH 66 സഞ്ചരിക്കുമ്പോൾ ഒരു ബദൽ പാതയുണ്ടോ? സ്പീഡ് കുറച്ച് കുറെ ട്രാഫിക്കൊക്കെ ആയിട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. അത് വേണം, അത് കൊടുക്കണം. അതാ പറഞ്ഞത്. ഇവിടെ പകരം എന്താ ചെയ്തേക്കുന്നത്? ജനദ്രോഹ പരിപാടിയാണ്. ടോളിൻ്റെ തൊട്ടടുത്ത് വരെ സർവീസ് റോഡുണ്ട്. റോഡ് ഉപയോഗിക്കേണ്ടാത്ത ആൾക്കാർ പോലും ടോൾ റോഡ് വേണ്ട, അതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് 1 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്നതിന് എന്തിനാ ടോൾ റോഡ്? അങ്ങനെ പോകുന്ന സ്കൂൾ ബസ്സുകൾ അടക്കമുള്ള ബസ്സുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവർ ടോളിൻ്റെ അവിടെ എത്തുമ്പോൾ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ടോൾ കൊടുക്കാൻ വേണ്ടി ടോൾ റോഡ് കയറിയിട്ട് ടോൾ കൊടുത്തിട്ട് ഇറങ്ങി സർവീസ് റോഡ് കൂടെ പോകണം. എന്ത് പരിപാടിയാണ്? ഇതിനെയല്ലേ ചെറ്റത്തരം എന്ന് പറയുന്നത്? ചെറ്റത്തരം എന്നല്ല പിന്നെ എന്താ പറയണ്ടേ? അതായത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. അതിന് പരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ കാര്യമായാലും നാഷണൽ വേ ഉണ്ടാക്കുന്നതായാലും ഇനി വേറെ എന്തെങ്കിലും പാലം ഉണ്ടാക്കി, എന്തായാലും അത് തന്നെ. അതേസമയം ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചു, പട്ടേൽ പ്രതിമ. ഞാനതിനെ എതിർത്തില്ല. എല്ലാവരും, ഈ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും അതിനെ എതിർത്തപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ എതിർത്തില്ല. കാരണം എന്താ? അതിൻ്റെ വാല്യൂ ഇപ്പം മനസ്സിലാവില്ല ജനങ്ങൾക്ക്. അതുകൊണ്ട് എത്ര ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ടെന്നറിയാം. എല്ലാ മതസ്ഥരും ജീവിക്കുന്നുണ്ട് അവിടെ എത്ര രൂപ അവിടെ വരുന്നുണ്ടെന്നറിയാം. ആ ഒരു പ്രതിമ കാണാനായാലും അവിടെ ബാക്കി കച്ചവടമായാലും എല്ലാമായിട്ട് ഒരു സമുച്ചയമായി മാറിയില്ലേ അവിടെ? ആ പ്രദേശമാകെ വികസിച്ചില്ലേ? അല്ലാതെ കാക്ക തൂറാൻ വേണ്ടിയിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചാലല്ലോ. ജനം അങ്ങനെയാണ് ചിന്തിച്ചത്. ഈ പ്രതിമ ഉണ്ടാക്കി വെച്ച് കോടിക്കണക്കിന് ചിലവാക്കിയ ഒരു പ്രതിമ, അങ്ങനെയല്ല. ഞാനതിനെ അങ്ങനെയല്ല കണ്ടത്. അത് പിന്നീട് മനസ്സിലായിക്കോളൂ അതിൻ്റെ വസ്തു എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുന്നുണ്ട്, എതിർക്കേണ്ടതിന് എതിർക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കൂടെ നിൽക്കല്ലേ വേണ്ടത്. അല്ലാതെ ഞാൻ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ രാജ്യവിരുദ്ധനായി, പിന്നെ ദേശവിരുദ്ധനായി, അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾ മോശമാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് തരികയാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എനിക്ക് പുഴുങ്ങി തിന്നാനൊന്നും ഒരു ഉപയോഗമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ചാനലിലൂടെയാണ് പറയുന്നത്. അത് ശരിയെന്ന് ഉത്തമ ബോധ്യത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് BJP സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് പറയാനും മോശം കാര്യങ്ങൾ ജനങ്ങൾക്ക് മോശകരമായി ബാധിക്കുന്നതിനെ മോശമെന്ന് പറയാനും എനിക്ക് സാധിക്കുന്നത്. ഇനി പിണറായി സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന്, ഇപ്പോൾ ഓണം വരുന്നുണ്ടല്ലോ, കഴിഞ്ഞ ഓണത്തിന് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ ഈ ചാനലിൽ 1-2 ദിവസം കൊണ്ട് മില്യൺ കടന്നു പോയത്. ആദ്യത്തെ മില്യൺ വീഡിയോ, ലോങ് ലെങ്ത് വീഡിയോ ആണ്. എന്താ കാരണം എന്നറിയാം? സാധാരണ കിറ്റിനെ കുറിച്ചെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ സഖാവ് പിണറായി വിജയനെ CPM-നെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഞാൻ കണ്ട കിറ്റിൽ, അതായത് ഓണക്കിറ്റ്, ആ കിറ്റ് ഞാൻ തന്നെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളും അതിൻ്റെ ഗുണമേന്മയും നോക്കി. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, പാക്കറ്റ് വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയൊക്കെ ഞാനെടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ഒന്ന് പരിശോധിച്ചു. അപ്പോൾ എനിക്കത് നല്ല വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലായി. അതിൻ്റെ കിറ്റിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു, ബാക്കിയുള്ള പാക്കറ്റിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല സാധനമായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞു. നല്ലതിന് പറയണ്ടേ? അതേപോലെ ഇനി എവിടെ കട്ടുമുടിച്ചെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ കമ്മീഷൻ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാലും, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലങ്ങളും റോഡുകളും കുറേ ഉണ്ടാക്കി. കുളമായിട്ടുള്ളത് വേറെ ഉണ്ട്, കോടികൾ കടമ വരുത്തിയിട്ടുണ്ട്, ഒക്കെ ശരി. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും കൊള്ളാവുന്ന റോഡുകളും നല്ല കെട്ടിടങ്ങളും ഉണ്ടായില്ലേ? ഇപ്പോൾ ഞാൻ തന്നെ PTAയിലുണ്ടായിരുന്ന പൂക്കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂള്, അത് UP സ്കൂളിൻ്റെയും അതുപോലെ ഹൈസ്കൂളിൻ്റെയും കെട്ടിടങ്ങൾ റൂം എടുത്തിട്ടാണ് അവിടെ ഹയർ സെക്കൻഡറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറിയില്ലേ? ഇഷ്ടം പോലെ കെട്ടിടമായി. അതായത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ എന്തൊക്കെ പറഞ്ഞാലും പിണറായി സർക്കാർ പോയിട്ടുണ്ട്, ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താ അതിനെ എതിർക്കേണ്ട ആവശ്യം? എന്താ അതിനെ അംഗീകരിച്ചു കൊടുക്കുക? അതേസമയം ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ
ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ മോദി സർക്കാരിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിലും മുന്നിലായിരുന്നു. കാരണം ജനങ്ങളെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ജനങ്ങൾ മാർക്കിടുക. മാത്രമല്ല ജനങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളും സംസാരങ്ങളും അദ്ദേഹം നടത്തിയതോടുകൂടി അദ്ദേഹം ഒരു ഒറ്റ വ്യക്തിയാണ് ഇവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്. ഞാനൊരു 70 സീറ്റിനൊക്കെ ജയിക്കുന്ന കരുതി. ഒരു 75 സീറ്റിന് ഭൂരിപക്ഷത്തിന് മേലെ ഒരു 75 സീറ്റിന് CPM മൂന്നാം ഭരണത്തിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ തന്നെ വീഡിയോ ചെയ്തിരുന്നത്. ഞാനത് പ്രതീക്ഷിച്ചു. കാരണം ഞാൻ ഈ അധിക രാഷ്ട്രീയത്തിലൊന്നുള്ള ആളല്ല. ആരെയും അന്ധമായിട്ട് ഞാൻ ചേർത്ത് നിർത്തുന്നുമില്ല, അവരെ വിമർശിക്കുന്നുമില്ല. കാരണം അവരാരും എനിക്ക് ചിലവിനും തരുന്നില്ല, ഞാൻ അവർക്ക് ചിലവിന് കൊടുക്കണമില്ല. ടാക്സ് അടയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അത് എല്ലാ നികുതികളും ഞാൻ അടയ്ക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാർ ഒരു പരാജയമാണ് വ്യക്തിപരമായിട്ട്. കാരണം ഞാനൊരു കമ്പനി തുടങ്ങാൻ പോയപ്പോൾ അത് എനിക്ക് ചെയ്തു തന്നില്ല. ചെയ്യേണ്ട സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടികൾ വരേണ്ട കാര്യമാണ്, അത് ചെയ്തു തന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ പോയി തുടങ്ങി, ആ നികുതി ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. അതാണല്ലോ എൻ്റെ കഥ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഞാനൊരു മറ്റൊരു ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപാട് പേര് അവഗണിച്ചിട്ടേക്കാണ്. ഇപ്പോൾ ഞാൻ ആ പദ്ധതി കേരളത്തിൽ വേണ്ടാന്ന് വെച്ചു. എന്നെപ്പോലെ എത്ര പേർ നമുക്ക് കഴിയുന്ന ചെറിയ പദ്ധതികൾ കേരളത്തിൽ വേണ്ടാന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കതിൽ പരാജയമാണ് ആ സർക്കാരിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട്. പക്ഷേ എന്നാലും അവിടെ നടന്നിട്ടുള്ള അടിസ്ഥാന വികസനങ്ങളിലും പിന്നെ വ്യക്തിപരമായി ചിലർക്ക് കിട്ടിയിട്ടുള്ള ചില കിറ്റിൻ്റെയും മറ്റു കാര്യങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത് നന്മയാണെങ്കിൽ നന്മ എന്ന് തന്നെ പറയും, മോശമെങ്കിൽ മോശം തന്നെ പറയും. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടും ഇതേ ഒരു അവസ്ഥ ഉണ്ട്. ഞാനൊരു ലൈസൻസ് എന്തിനാണെന്ന് പറയുന്നില്ല, കാര്യം എൻ്റെ ബിസിനസ് സീക്രട്ട് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനതിൽ ആരോടെല്ലാം സംസാരിച്ചു. ഇവിടെ വ്യവസായ വകുപ്പ് മന്ത്രിയെ ഒന്ന് വിളിച്ചു. നടക്കാത്തതുകൊണ്ട് അവസാനം വ്യവസായ വകുപ്പ് മന്ത്രി വിളിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാൾക്കും അറിയില്ല. അതായത് ഓരോ ജില്ലയിലുള്ള മേധാവികളെയും വിളിച്ചു ചോദിച്ചു. അതുപോലെ മറ്റു പലരെയും എല്ലാവരെയും വിളിച്ചു നോക്കി. മോട്ടോർ വാഹന വകുപ്പിൻ്റെമായിട്ട് ബന്ധപ്പെട്ട പലരെയും വിളിച്ചു നോക്കി, നടന്നില്ല. കാരണം ജില്ലാ അധികാരികൾക്കൊന്നും ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയില്ല. എന്നാൽ പിന്നെ അറിയുന്നത് തിരുവനന്തപുരത്താവുമെന്ന് വിചാരിച്ചിട്ട് തിരുവനന്തപുരത്ത് വിളിച്ചു. തിരുവനന്തപുരത്ത് എല്ലാത്തിൻ്റെ ഓഫീസ് തിരുവനന്തപുരമാണല്ലോ. വിളിച്ചിട്ട് അവിടെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനില്ലെന്ന്, ഒരു ഉത്തരവാദിത്വമല്ല. ജനങ്ങൾക്ക് വേണ്ടി അല്ല ഇവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കുന്നതെന്നേ, ചില മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഗൂഗിൾ ജെമിനിയോട് ചോദിച്ചിട്ട് കുറേ ഇമെയിലുകളൊക്കെ എടുത്തിട്ട് ആ ഇമെയിലിലേക്ക് ഞാൻ അയച്ചപ്പോൾ എനിക്ക് തന്നെ റിപ്ലൈ കിട്ടി. ആ റിപ്ലൈ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കേരളത്തിൽ ഒരു വ്യവസായവും നടക്കരുത് എന്ന രീതിയിലാണ് അതിൻ്റെ കണ്ടീഷൻസ് എഴുതി വെച്ചേക്കുന്നത്, അതിൻ്റെ ഫീസ് നിരക്ക് എഴുതി വെച്ചേക്കുന്നത്. അതിലെനിക്ക് ഒരു രജിസ്ട്രേഷൻ്റെ ഫീസ് 10 ലക്ഷം രൂപയാണ് എനിക്ക് ഫീസ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും നടക്കില്ല. കാരണം എനിക്ക് അത്രയും ഭാഗം വേണ്ട. അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് പാർഷ്യലായിട്ട് ചെയ്യുന്നതിന് കേരളം മൊത്തം തീരെഴുതേണ്ട ലൈസൻസിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഈ സർക്കാർ തീർക്കുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതായത് ഇവിടുത്തെ ഈ UDF സർക്കാരിൻ്റെ കാലത്തും വ്യവസായ സൗഹൃദമാണെന്ന് വെച്ചാൽ അല്ല. അത് പിണറായി കാലത്ത് നിന്ന് ഒത്തിരി കൂടെ ബുദ്ധിമുട്ടായിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഈ യൂട്യൂബിലൂടെ ഇട്ട് അലക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം അത് എൻ്റെ ഒരു ബിസിനസ് രഹസ്യം കൂടിയാണ്. അത് പൂർത്തിയാകുന്നതിനും ഇറക്കിയിട്ടാന്നും നമ്മുടെ പച്ചരി കല്ലിടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഓപ്പറേഷൻ തൂഫാൻ തന്നെ ഇപ്പോൾ അവരുടെ പാർട്ടി തന്നെയുള്ള ആരെയൊക്കെയോ പിടിച്ചു എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യം, പിടിച്ചു എന്നുണ്ടെങ്കിൽ നല്ല കാര്യം, പിടിച്ചല്ലോ, പിന്നെ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അത് നേരത്തെ വേറൊരു കേസിൽ, ഇടതുപക്ഷ സർക്കാരിൻ്റെ കേസിൽ അവരുടെ ഒരു ഉദ്യോഗസ്ഥയുടെയോ പിന്നെ CPM നേതാവിൻ്റെയോ ഒരു ഇതുപോലെ ഒരു കഞ്ചാവ് കേസ് പിടിച്ചിട്ട് അത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. അത് കേസില്ലാതാക്കി തീർക്കുക ചെയ്തത്. ഇവരത് ചെയ്തില്ലല്ലോ, നല്ല കാര്യം. പക്ഷേ എന്നാലും എനിക്ക് ചില അഭ്യർത്ഥികൾ ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ കാര്യത്തിലുണ്ട്. നല്ലതുപോലെ എല്ലാ കാര്യങ്ങൾ പോകണമെന്നുള്ളത്. പിന്നെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പലിനെ കുറിച്ചാണ്. ഷാഫി പറമ്പലിനോട് ഞാനൊരു ഒരു വിവരം, കാര്യം അത് അദ്ദേഹത്തോടാണ് എനിക്ക് പറയണമെന്ന് തോന്നിയത്. ഞാൻ അദ്ദേഹത്തെ രേഖാമൂലം ഞാനൊരു ഇമെയിലൊക്കെ കൊടുത്ത് അറിയിച്ചു. ആവശ്യമുള്ളതായിരുന്നു. ആ ആവശ്യമുള്ള കാര്യം പാർലമെൻറ്റിലൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ഇന്ത്യ തലത്തിൽ, ഓൾ ഇന്ത്യ തലത്തിലൊന്ന് നടപ്പിലായി കഴിഞ്ഞാൽ 140 കോടി ജനങ്ങൾക്ക് ഉപകാരമാണ്. ഞാൻ ആ കേസൊന്ന് പറയാം, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റിലും പാൻ കാർഡിലും അതുപോലെ ആധാർ കാർഡിലും എല്ലാം നമ്മുടെ പേരിനൊപ്പമാണ് ഇനിഷ്യൽ കൊടുത്തേക്കുന്നത്. ഇതൊരു വലിയൊരു അപകടമാണ്. ഇത് മാറണം. ഇപ്പോൾ എൻ്റെ പേര് സാബു എന്ന് തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ ഗോപാലൻ എന്നോ മറ്റുള്ളവർ മുഹമ്മദോ അല്ലെങ്കിൽ ആൻ്റണി എന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പേര്. ആ പേരിനോടൊപ്പം ഒരു ഇനിഷ്യലൂടെ ഉണ്ടാവും. AK എന്നോ PP എന്നോ KK എന്നോ ഒക്കെ ഉണ്ടാവും. ആ ഇനിഷ്യൽ പേരിനൊപ്പമാണ് എഴുതുന്നത്. അതിൽ വലിയൊരു അപകടമുണ്ട്. അതായത് ഇപ്പോൾ ആധാർ കാർഡിൽ ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ സാബു KP എഴുതി, ഓക്കെ.
KP അവസാനം എഴുതി. അത് നേരെ എന്ത് ചെയ്യും, പാൻ കാർഡിൽ എത്തുമ്പോൾ KP ചുരുക്കി എഴുതൂല. പകരം അവിടെ സാബു കൊട്ടോട്ടിപ്പറമ്പിൽ. ഇവിടെ ആധാർ കാർഡിലോ സാബു KP കൊട്ടോട്ടിപ്പറമ്പിൽ വേറെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ സാബു കൊട്ടോട്ടിപ്പറമ്പിൽ അങ്ങനെയായി മാറും പാൻ കാർഡിൽ എത്തുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഈ പാൻ കാർഡും ആധാറും കൂടി യോജിപ്പിക്കാൻ നോക്കുമ്പോൾ മിസ്സാവും. പേര് മിസ്മാച്ച് എന്ന് പറഞ്ഞിട്ട് AI വിളിച്ചങ്ങോട്ട് പറയും. അതുപോലെ മറ്റ് ചില ഡോക്യുമെൻറ്റുകളിൽ KP സാബു എന്നാണ് വരുന്നത്. അവിടെ ഇനിഷ്യൽ ആദ്യമാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും മിസ്മാച്ച് വരും. ഇതിനൊരു പരിഹാരം വേണം. ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ പോയിട്ടും ബാങ്കിലടക്കം എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈ AI കൂടെ വന്നതിന് ശേഷം പേര് മിസ്മാച്ച് വരുന്നത് കൊണ്ട് ഇതിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. പേരിൻ്റെ കോളത്തിൽ എഴുതുക, ഇനിഷ്യലിന് മറ്റൊരു കോളം വെക്കുക. ഒരു കുഴപ്പമില്ല. അപ്പോൾ പേര് ഒരിക്കലും മിസ്മാച്ച് വരില്ല. ഇനിഷ്യലിനൊരു കോളം കൊടുക്കുക, പേരിൻ്റെ ഒരു കോളം. ഇപ്പോൾ ശങ്കരൻകുട്ടി പേര്, താഴെ കൊല്ലംകുടി ഹൗസ്, അത് വേറെ. അല്ലെങ്കിൽ അപ്പൻ്റെ പേരിൻ്റെ ഷോർട്ട് നെയിം ആണെങ്കിൽ അത് ഗോപാലൻ മകൻ, അങ്ങനെ നമുക്ക് കൊടുക്കാം. അതായത് പേര് മാറില്ല, ആളുടെ പേര് മാത്രം ഒന്നാമത്തെ കോളത്തിൽ കൊടുക്കാം. ചെറുതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതൊരു വലിയ കാര്യമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും അനുഭവിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്മാച്ച് കൊണ്ട് പൗരത്വം പോലും നഷ്ടപ്പെട്ടു പോകും. അതറിയാം നിങ്ങൾക്ക്, പൗരത്വം പോലും നഷ്ടപ്പെട്ടു പോകും. കാരണം രേഖകൾ മാച്ച് ചെയ്യണ്ടേ. അതുകൊണ്ട് പേരിൻ്റെ കോളം വേറെ, ഇനിഷ്യലിന് മറ്റൊരു കോളം കൂടെ വേണം. ഇത് ഒന്ന് അവതരിപ്പിച്ച് വെക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കുന്നൊരു സംവിധാനം വരും. അങ്ങനെ സംവിധാനം വന്നാൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും തൽക്കാലം ഒന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അത് ചെവി കേൾക്കാൻ പോലും, എന്താണ് ഈ ചങ്ങായി പറയുന്നത് ചിന്തിക്കാൻ പോലും ഷാഫി പറമ്പലിന് തോന്നിയില്ല. പിന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്യു കുഴൽനാടനെ പോലെയുള്ള ചില MLA-മാർക്കാണ്. മാത്യു കുഴൽനാടനോട് പണ്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് മൈൻഡ് ചെയ്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കേസില്ലേ, ഞാൻ ബാംഗ്ലൂരിൽ പോയി കണ്ട് ലൈസൻസ് എടുത്ത കാര്യം പറഞ്ഞില്ലേ, അത് ആദ്യം ഞാൻ മാത്യു കുഴൽനാടനോട് പറഞ്ഞത്. കാര്യം ഓൺലൈൻ മേഖലയിൽ അദ്ദേഹത്തിന് കുറച്ച് തലയുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അദ്ദേഹത്തിന് മെയിൽ ചെയ്ത് കൊടുത്തു. പിന്നെ അത് വിളിച്ചും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനോട് വിളിച്ചു പറഞ്ഞു, ഓർമ്മിപ്പിച്ചു. പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല. അതിൽ അല്പമെങ്കിലും നടപടിയെടുത്തത് ഈ അന്നത്തെ 140 MLA-മാരിൽ TV ഇബ്രാഹിം മാത്രമായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ TV മാത്രമേ ചെയ്തുള്ളൂ, TV ചെയ്തതിന് മാത്രമേ മറുപടി കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സൊല്യൂഷൻ ഉണ്ടായോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിണറായി മാറിയിട്ട് VD സതീശൻ വന്നപ്പോഴും ഗതി വീണ്ടും പഴയ കുരുടി കഥകുതറാന്ന് പറഞ്ഞ രീതിയിൽ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏത് കേസായാലും ഏത് രാഷ്ട്രീയ കക്ഷിയായാലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഞാൻ പറയും. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ ഏത് പാർട്ടിയാണെന്ന് വെച്ചാൽ BJP ആയാലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇനി അതിൽ കോൺഗ്രസ് പാർട്ടി ആയാലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ഗവൺമെൻറ് തയ്യാറാക്കുമ്പോൾ അത് നിങ്ങൾ എനിക്ക് അയച്ചാൽ അതെനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയും. എൻ്റെ അഭിപ്രായം ഞാൻ പറയും. എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. അത് സംഘപരിവാറിനോടോ RSSനോടോ എനിക്ക് യാതൊരു വെറുപ്പുമില്ല, പ്രത്യേകിച്ച് ഒരു അടുപ്പമില്ല. അത് ഏത് പാർട്ടി ആയാലും അതിനോട് അടുപ്പമില്ല, പ്രത്യേകിച്ച് വെറുപ്പമില്ല, ഒന്നുമില്ല. അവർ ചെയ്യുന്നത് ജനോപകാരമാണോ? ഓക്കെ, നമ്മൾ ചെയ്യും. ഇപ്പോൾ മോദി സർക്കാർ ചെയ്തത് E20 എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ജനവിരുദ്ധമാണ്, ഒരു സംശയം വേണ്ട. അത് ചെയ്യുന്നത് മോദി സർക്കാർ ആയതുകൊണ്ട് ഞങ്ങൾ നല്ലതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം നിങ്ങൾ ആ വാങ്ങുന്ന പെട്രോളിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചെയ്ത പണി. അധികമൊന്നും വേണ്ട, ഒരു ഒറ്റ തുള്ളി. നിങ്ങൾ വണ്ടിയിലടിക്കുന്നത് ഒരു 5 ലിറ്റർ എണ്ണ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 ലിറ്റർ ഒരു കന്നാസിലേക്ക് വാങ്ങിയിട്ട് ഒരു 1-2 തുള്ളി വെള്ളം അതിനകത്ത് ഇടിച്ചിട്ട് നല്ലോണം ഒന്ന് കുലുക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ എണ്ണ വണ്ടിയിൽ ഒഴിച്ചിട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, വണ്ടി എങ്ങനെ കേടുവരുന്നതെന്ന് മനസ്സിലാക്കും. അത് തെറ്റെന്ന് പറയാതെ പിന്നെ അതിനെ അംഗീകരിച്ച് അങ്ങനെ തന്നെ സിന്ദാബാദ് പറയാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ എനിക്ക് ആരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ പിൻവലിച്ചെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാമെന്നല്ലാണ്ട് എന്താ, വേറെ ഒന്നും പറയാനില്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഇനിയും പറയും, മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോശമെന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം തന്നെ നല്ലതിന് നല്ലതെന്നും പറയും, അന്നേ ദിവസം തന്നെ ഒരു മോശം കാര്യത്തെ മോശമെന്നും പറഞ്ഞെന്നും വരും. ആ അഭിപ്രായം നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ മനുഷ്യനായിട്ടിരിക്കുന്നത്? Different angles. Don't forget to subscribe and support this channel.